ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ദുരന്തബാധിതരെ അപമാനിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു നിർമ്മാണത്തിൽ അപാകത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കള്ളപ്രചാരണമാണ് ഇന്നിപ്പോ മന്ത്രി കെ രാജൻ അവിടെ എത്തി ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായിച്ച് അത് പൊളിച്ചു തന്നത്. എന്താണ് താങ്കളുടെ മറുപടി? അനുപേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മാതൃകാപരമാണ്, ലോകത്തിലെ ആദ്യത്തെയാണ് എന്നൊക്കെ CPM നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീരീഡ് എന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെടണം. ഈ ദുരന്തബാധിതരായിട്ട് ഈ വീടിന് അർഹതപ്പെട്ട മനുഷ്യർക്ക് അത് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തേണ്ടി വരുന്നത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ പരിപാടിയാന്നുള്ള തള്ളൽ അവിടെ നിർത്തട്ടെ. ഇവർ ഈ തള്ളി 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 സകലതിനും വിള്ളൽ വന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ ഒരു ഒറ്റ ചോദ്യം, AKG സെന്റർ പുതിയതായിട്ട് പണിതല്ലോ, MA ബേബിയെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തി പിണറായി വിജയൻ മറ്റേ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തില്ലേ? അതിന്റെ ഏതെങ്കിലും ഒരു നിലയിലാണ് വിള്ളൽ വന്ന് വെള്ളം ചോരുന്നതെങ്കിൽ CPM സമ്മതിക്കോ? നമ്മളെല്ലാവരും വീടുകളൊക്കെ ഉള്ള ആളുകളാണല്ലോ. നമ്മുടെ വീട് പണിയാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചൊന്ന് വെക്ക്. വീട് പണിയുടെ ഗൃഹപ്രവേശത്തിന് മുമ്പ് മേൽക്കൂരയിൽ ചോർച്ച വന്നിട്ടുണ്ടെങ്കിൽ, കോൺക്രീറ്റിന് ചോർച്ച വന്ന് അതിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുമോ? ഞാൻ കൊടുക്കൂല, റഫീഖ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. സാമാന്യ ബോധമുള്ള ഒരു മലയാളിയും പൈസ കൊടുക്കൂല, അല്ലേ? അപ്പൊ നമ്മുടെ പൊതുഖജനാവിലേക്ക് ദുരന്ത നിവാരണത്തിന് കിട്ടിയ ഈ കോടിക്കണക്കിന് രൂപ ലോകത്താകമാനമുള്ള മനുഷ്യരുടെ വലിയ സംഭാവനയാണ്. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവരും കൂടി ആ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമത്തിന്റെ മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ ഊരാളുകളുടെ ലോകോത്തര മാതൃകയല്ല, അത് മൊത്തത്തിൽ അടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. കൺസ്ട്രക്ഷൻ പുവർ ക്വാളിറ്റിയാണ്, ഏറ്റവും മോശപ്പെട്ട കൺസ്ട്രക്ഷൻ ആണ്. അതിനെ നമ്മൾ താഴേന്ന്, ഈ സീലിംഗിന്റെ താഴേന്ന് പുട്ടി അടിച്ചോ അപ്പക്സി അടിച്ചോ ഒക്കെ ക്ലീൻ ചെയ്യാന്ന് വിചാരിക്കുന്നത് ആ പണിയെക്കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ടാ. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയാം, അത് മോളിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാണ്ട് റവന്യൂ മന്ത്രി താഴേന്ന് മറ്റേ റൂൾ മാർക്കിന്റെ പെൻസിൽ മാർക്കിന്റെ പടമൊക്കെ മാറ്റി കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വെള്ളം മോളിൽ നിന്ന് ഇറങ്ങും. രണ്ടാമത് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോ ഈ 299 കോടി രൂപയ്ക്ക് ഊരാളുകളുടെ കരാർ കൊടുത്ത ഈ പദ്ധതി മൊത്തത്തിൽ തട്ടിപ്പാണ്. അവിടെ താമസിക്കാൻ പോണ മനുഷ്യർക്ക് വിശ്വാസ്യതയുണ്ടോ? ഇനി രണ്ടാമത്, വെള്ളം കിനിഞ്ഞിറങ്ങി എന്നുള്ള ആക്ഷേപം റഫീഖും സമ്മതിച്ചു, റവന്യൂ മന്ത്രി സമ്മതിച്ചു, നാട്ടിലെ അത്യാവശ്യം CPMമാരൊക്കെ സമ്മതിച്ചു തന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ദേശാഭിമാനിയുടെ ഓൺലൈൻ കാർഡൊക്കെ എന്തായിരുന്നു എന്നറിയോ? പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അങ്ങനെ ഒരു ക്രാക്കില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്രാക്ക് വേറെയാണ്, വിള്ളല് വേറെയാണ്. ഇവരോടൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മൾ പുതിയ ഭാഷാ നിഘണ്ടുക്കളൊക്കെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. മനുഷ്യരെ പട്ടാപ്പകൽ കൊള്ളയടിക്കുന്ന രീതിയിൽ ഒരു പണി നടത്തിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ന്യായീകരിക്കേണ്ട. മേൽക്കൂരയിൽ വിള്ളൽ വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺക്രീറ്റിംഗ് ശരിയല്ല. അതിനിടയിലൂടെ ഇറങ്ങിയ വെള്ളം ആ കമ്പികളൊക്കെ തുരുമ്പിപ്പിക്കും. അതിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ മനുഷ്യർ എന്ത് വിശ്വസിച്ച് അതിന്റെ അടിയിൽ കിടക്കും എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇനിയും അവരെ ആശങ്കപ്പെടുത്തണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. പക്ഷെ ചോദ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. ഒരു കാര്യം അനൂപ നമുക്ക് വ്യക്തമായല്ലോ, റഫീഖിന്റെ മറുപടിയിൽ തന്നെ. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 178 വീട്ടുകാർക്ക് താക്കോൽ ദാനം ചെയ്തു. പൂർത്തിയാകാത്ത വീടിന്റെ ഉള്ള താക്കോൽ കൊടുത്തത് അത് ഇവര് സമ്മതിച്ചില്ലേ? പൂർത്തിയായ വീടാണെങ്കിൽ അവിടെ മനുഷ്യർ കയറി താമസിക്കണമായിരുന്നല്ലോ. വേനൽ മഴയിൽ ആ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന പൂർത്തിയാകാത്ത വീടുകൾ. റഫീഖ് ഇപ്പോഴും പറയുന്നു 102 വീടുകൾ അവസാന ഘട്ടത്തിലാണ്, ബാക്കി 76 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അറ്റകുറ്റപ്പണികൾ തീരാത്ത വീടിന്റെ താക്കോല് കൊടുത്താൽ ലോകത്താർക്കെങ്കിലും താമസിക്കാൻ പറ്റുമോ? എനിക്കോ റഫീഖിനോ അനൂപിനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാർക്കോ അല്ലെങ്കിൽ ഇത് കാണുന്ന മലയാളികൾക്ക് ആർക്കെങ്കിലും പൂർത്തിയാകാത്ത വീടിന്റെ ഫ്രണ്ട് ഡോർ വെച്ചിട്ട് അതിനൊരു താക്കോലിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയറി താമസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഉദാഹരണം പറയാൻ അനൂപേ, തൊടുപുഴ കരിമണ്ണൂരിലെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയം പണിതു. 142 മനുഷ്യർക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി പണിതു കൊടുത്ത 2023 പണിതു. 2025 മൺസൂൺ കാലത്ത് അത് പൊട്ടി ചോർന്നൊലിച്ചു. ലൈഫ് മിഷൻ പണിതു ഉയർത്തിയതാ. ഉത്തരവാദിത്തം ആർക്കാ? ഈ സർക്കാരിനല്ലേ? അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. അപ്പോ സർക്കാർ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കിപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറവുണ്ടാകാം, CPMനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPക്കോ മറ്റാർക്കോ വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്വകാര്യ ഏജൻസികൾക്കോ കുറവുണ്ടാകാം. പക്ഷെ ഒരു സർക്കാർ
ഇതിനൊക്കെ അതീതമായിട്ട് സകല മനുഷ്യരുടെയും വിശ്വാസം ആർജിക്കേണ്ടതാണ്. ആ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പറയണ്ടേ? അതിന് പകരം റവന്യൂ മന്ത്രി പോയിട്ട് മാധ്യമങ്ങളെ കൂട്ടിയിട്ട് സീലിംഗിന്റെ അടിയിൽ നിന്ന് അതിനെ പാച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വക. പക്ഷേ ശ്രീ ജിൻഡോ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ റവന്യൂ മന്ത്രി അതിന്റെ ഗൗരവം മനസ്സിലാക്കി അവിടേക്ക് എത്തുന്നു, അദ്ദേഹം അത് പരിശോധിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അത് മാർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് അവിടെ കിനിഞ്ഞിറങ്ങിയിട്ടുണ്ട് വെള്ളം. അത് കരാർ കമ്പനി അതിന്റെ ഉത്തരവാദിത്തമുണ്ട്, 5 വർഷം ഡിഫക്ട് ലയബിലിറ്റി അവർക്കുണ്ട് എന്നതടക്കം കരാർ കമ്പനിക്ക് ഒരു താക്കീതിന്റെ സ്വരത്തിലോ അല്ലെങ്കിൽ അവരെ അത് ഓർമ്മിപ്പിക്കുന്നതായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് പരിഹസിച്ച് തള്ളേണ്ട ഒരു വിഷയമാണോ? അല്ല ഞാനൂപേ, ഞാൻ അതിനെ പരിഹസിക്കുകയല്ല, ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ അഭിനയം ഒരുപാട് നടത്താൻ പാടില്ല. ഇന്നലെ വരെ റവന്യൂ മന്ത്രിയുടെ പരിശോധന നടക്കുന്നത് വരെ ഇവർ പറഞ്ഞത് മാർക്കിംഗ് ആണെന്നാ, റൂൾ പെൻസിൽ കൊണ്ട് ആരൊക്കെയോ മാർക്ക് ചെയ്തതാണ്, വെള്ളം കിനിഞ്ഞിറങ്ങുന്നില്ല എന്ന്. ഇന്ന് റവന്യൂ മന്ത്രിയും പറഞ്ഞു വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെന്ന്, റഫീഖും സമ്മതിച്ചു അല്ലേ? അപ്പൊ ഇത്രയും ദിവസം ഇവര് പറഞ്ഞത്, അപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ല ഇവര് ഈ എന്താ പറയാ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ. ഇവര് മാർക്കിന്റെ പുറകെയായിരുന്നു. മനുഷ്യർ താമസിക്കുന്ന വീട് പണിത് കൊടുത്തിട്ട് വെള്ളലുണ്ടായി വെള്ളം ചോർന്നു എന്ന് പറയുമ്പോൾ ആ ആളുകളെ അവിശ്വസിക്കുന്ന രീതിയിൽ PR പ്രചരണം നടത്തി. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ പരിഹരിക്കും, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഉത്തരവാദിത്തം പറയിപ്പിക്കുന്നു. ആരാ പറയുന്നത്? റവന്യൂ വകുപ്പ് മന്ത്രി. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ല, മറ്റേ ടെൻഡർ ഇല്ലാതെ കൊടുത്ത കരാറാണെന്ന് ഓർക്കണം അല്ലേ? ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാൽപ്പനികവൽക്കരിക്കപ്പെട്ട കള്ളന്മാരും കൊള്ളക്കാരും കേരളത്തിൽ വേറെ ഇല്ല. ആ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നോക്കുകൂലി വാങ്ങിയ ആളുകളല്ലേ അല്ലേ? കഴിക്കാത്ത ആളുകളുടെ ടിഫിന്റെ കാശ് മേടിച്ച ആളുകളല്ലേ? ഊരാളുങ്കൽ എന്ത് വിശ്വാസ്യത ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു വിശ്വാസ്യതയില്ലാത്ത ഊരാളുങ്കലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു ആര്? റവന്യൂ മന്ത്രി രാജൻ മറുപടി പറയിപ്പിക്കുമെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്. എന്താ പ്രശ്നം എന്നറിയോ? ഒരു കിണറ്റിലെ വെള്ളത്തിന്റെ അതിന്റെ കുടിക്കാൻ യോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കിണറ്റിലിറങ്ങി അത് കോരി കുടിച്ച് പരിശോധിച്ച ആളുകളൊക്കെ നയിക്കുന്ന PR-ന്റെ ഭാഗമായിട്ടാ ഈ സീലിംഗിന്റെ അടിയിൽ നിന്ന് തൂത്തു നോക്കിയിട്ട് ഒക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. സാമാന്യ ബുദ്ധിമുള്ള മലയാളികൾ അവരവർ കിടന്നുറങ്ങുന്ന വീടിന്റെ ടെറസിന് ഇങ്ങനെ വിള്ളൽ വന്ന് വെള്ളം കിനിഞ്ഞിറങ്ങിയാൽ സമ്മതിക്കുമോ? കയറി താമസിക്കാത്ത വീടിന്റെ പണം കൊടുക്കാൻ സമ്മതിക്കുമോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പൊ പിന്നെ ഈ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ വഞ്ചിക്കാതെ വിശ്വാസത്തോടെ അവരെ ചേർത്ത് നിർത്തണം. അതിന് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം. അവർ താമസിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഗൗരവതരമാണ്. അവർ താമസിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അതിനു മുമ്പ് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് അത് ഉറപ്പുവരുത്തിയിട്ടേ, അവർക്ക് കൂടി ഉറപ്പുവരുത്തിയിട്ടേ കൈമാറുന്നുള്ളൂ. അത് താമസം തുടങ്ങൂ. പിന്നെന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ അനൂപേ, ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മാണ പ്രവർത്തനമല്ലേ നടത്തുന്ന ഊരാളെങ്കിൽ? ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഈ കെട്ടിടം ഒരു വേനൽ മഴയിൽ വെള്ളം കിനിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണോ? അപ്പൊ ഇനി താമസിച്ചതിന് ശേഷം വരുന്നതിന്റെ ഒക്കെ ഒരു അറ്റകുറ്റപ്പണി നടത്തുമെന്ന്. അതിനുള്ള ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തൊടുപുഴ കരിമണ്ണൂരിലെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുന്നു. ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തോ? അതുപോലെ നിരവധിയുണ്ട്. ചെമ്പൂച്ചിറ സ്കൂളിന്റെ 2ാം നില പണിതുയർത്തി, കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച പണിതുയർത്തി, പൊളിച്ചു മാറ്റേണ്ടി വന്നു. സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ അത്രയും കാലം കൂടി പെരുവഴി കിടക്കുക എന്നുള്ള അതിന്റെ അർത്ഥം. 2 വർഷമായിട്ടും വിഷുവിന് കൊടുക്കുമെന്ന് പറഞ്ഞ വീടാണ്. വിഷുവിന് ഏത് വർഷമാണെന്ന് മുഖ്യമന്ത്രി പറയാത്തതുകൊണ്ട് ആളുകൾക്ക് ആ വിഷയത്തിൽ തർക്കിക്കാൻ പറ്റൂല. 2026 വിഷു അന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെ കുഴപ്പം അല്ലേ? മുഖ്യമന്ത്രി ഏത് വർഷത്തെ വിഷു അന്ന് പറഞ്ഞില്ല. പക്ഷെ വിഷുവിന് മുമ്പ് കൊടുക്കാന്ന് പറഞ്ഞ വീട് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാലും കിട്ടുമല്ലോ എന്ന് പറയാം. താമസിച്ചതിന് ശേഷം വിള്ളൽ വീണ് വെള്ളം ചോർന്നാൽ അപ്പോ ഊരാളുങ്കലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു. അങ്ങനെയല്ല. പണം കൊടുക്കുന്നതിന് മുമ്പ് കോൺട്രാക്ടറെ കൊണ്ട്, കരാറുകാരനെ കൊണ്ട് മറുപടി പറയിപ്പിച്ച് ഇതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഇത് ക്ലിയർ ആയിട്ട് ഈ ജനങ്ങളെ ബോധിപ്പിക്കണം. താമസിക്കാൻ പോണ ആളുകൾക്ക് സകല വിശ്വാസത്തോടും കൂടി അതിന്റെ അടിയിൽ കിടക്കാൻ പറ്റണം. അങ്ങനെ കിടക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസ്യത നിലവിലില്ല. അത് ഇനി ആർജിക്കേണ്ടതാണ്, നമ്മുടെ സർക്കാർ ആർജിക്കേണ്ടതാണ്.